हैं मुसलमानों का दीन दिल से है खुदा में खतमुल मुरसलीन दिल से है खुदा में खतमुल मुरसलीन खतमुल मुरसलीन। അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 29 മാർച്ച് 2025 ശനിയാഴ്ചയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ ഈ സമയം 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹ-ഉദയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, കാതുകളിൽ നിന്നുകൊണ്ട് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടാണ് രാഹ-ഉദയുടെ 4 എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിലെ 4ാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിൽ നാം വിശുദ്ധ ഖുർആനിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചും അതിൻ്റെ ബർക്കത്തുകളെ സംബന്ധിച്ചും സംസാരിക്കുന്നതാണ്. പ്രിയ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ രാഹ-ഉദ ലൈവ് ആയതോടൊപ്പം തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങൾ ഈ പ്രോഗ്രാമിൽ വെക്കാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനൽ വെക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ അവർ അതിന് നൽകുന്നതുമാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മുമായിട്ട് ബന്ധപ്പെടാൻ ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺ ലൈൻ മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം, ഫാക്സ് മെസ്സേജ് മുഖാന്തരം, ഇമെയിൽ മുഖാന്തരം നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്ന പണ്ഡിതന്മാർ, ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൗലാന ഹമീദ് ഖോസർ സാഹിബ്, മൗലാന ഷെയ്ഖ് മുജാഹിദ് ശാസ്ത്രി സാഹിബ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നതാണ്. ഞാൻ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടുമുള്ള ജീവിതത്തിനുള്ള ജീവൽ ജലമാണ്. ആരാണ് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കുന്നത് അവർക്ക് ആ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കേണ്ട ആവശ്യമാണുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ എല്ലാ ആയത്തുകളും മധുരമാർന്നതും അതിൻ്റെ എല്ലാ വിളികളും മാസ്മരികവുമാണ്. ഏത് മനുഷ്യനാണോ പരിപൂർണ ഹൃദയത്തോടു കൂടിയിട്ട് ആ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുന്നത്, അവൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ പ്രഭാവത്തെ അവൻ തിരിച്ചറിയുന്നതാണ്. മുസ്ലിങ്ങളുടെ ശക്തി, അതിൻ്റെ ഉറവിടം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ആ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുകയും അതിനെ തൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഉള്ള ആവശ്യമാണുള്ളത്. ഈ ഒരു ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മൗലാന ഹമീദ് ഖോസാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സയ്യിദ്ന ഹസ്രത്ത് അഖ്ദസ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ താക്കീത് നൽകിയിരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നതാണ് വിശുദ്ധ ഖുർആൻ വെറും നാമമായി മാത്രം അവശേഷിക്കുന്നതാണ്. അത് സംബന്ധമായിട്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൻ്റെ സ്ഥാന മഹാത്മ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനെ വിവരിച്ചാലും. പ്രിയ പ്രേക്ഷകരെ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ഈ താക്കീത് ചെയ്തിരിക്കുന്നു. മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതാണ്. അതിൻ്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതല്ല. ഇത് ഒരു അധപ്പതനത്തിലേക്ക് പോകുന്നതാണ് മുസ്ലിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറ ഫുർഖാനിൽ പറയുന്നു, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹജൂറ. ഖിയാമത്തിൻ്റെ ദിവസം, അവസാന ദിവസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുന്നതാണ്, യാ റബ്ബി, അല്ലയോ എൻ്റെ റബ്ബേ, എൻ്റെ സമൂഹം ഈ വിശുദ്ധ ഖുർആനെ
ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഖുറൈശികളാണെന്ന് നോക്കുക, അവർ കളവാക്കിയാണ്, അവർ ഉപേക്ഷിച്ചിട്ടില്ല, അവർ നിരാകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്, മുസ്ലിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ പിന്തുടരാതിരിക്കുന്ന മുസ്ലിങ്ങളാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്, ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മഹു, വിശുദ്ധ ഖുർആൻ്റെ വെറും നാമം മാത്രം, അതിലെ വാക്കുകൾ മാത്രം ബാക്കിയാവുന്നതാണ്. ഇനി ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുക. അതിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമാണുള്ളത്. ആദ്യമായിട്ടുള്ളതിൻ്റെ കാരണം, മുസ്ലിങ്ങളുടെ മുഫസ്സിരിങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ ചെയ്തിരിക്കുന്നു. എങ്ങനെയുള്ള തഫ്സീറാണ് ചെയ്തിരിക്കുന്നതെന്നാൽ, മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ്റെ ബഹുമാനം അത് കുറഞ്ഞു പോയിരിക്കുന്നു. ഉദാഹരണത്തിന് തഫ്സീറുകൾ വായിക്കുക, സൂറ യൂസുഫിൻ്റെ തഫ്സീറുകൾ വായിക്കുക, ഇവർ ചെയ്ത തഫ്സീറുകൾ. അത് വായിച്ചതിന് ശേഷം മുസ്ലിങ്ങൾക്ക് എന്ത് ബഹുമാനമാണ് വിശുദ്ധ ഖുർആനോട് ഉണ്ടാവുക. സൂറ ഹസാബ് വായിക്കുക, സെയ്ദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ പത്നി സൈനബ് റളിയല്ലാഹു തആല അൻഹയ്ക്ക് തലാക്കിയത് കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വിവാഹം ചെയ്യിച്ച സംഭവം. ഇത് തഫ്സീറുകളിൽ നിന്ന് ഈ സംഭവം വായിക്കുക. ലജ്ജ തോന്നുന്നതാണ് നിങ്ങൾക്ക് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. ഇനി പല സംഭവങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ ചില ആയത്തുകൾ കാലഹരണപ്പെട്ടിരിക്കുന്നു, അസാധുവാക്കപ്പെട്ടിരിക്കുന്നവർ വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഉള്ള പുതിയ ജ്ഞാനങ്ങൾ അത് പഠിച്ചുകൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ നോക്കുക, അവർ പറയുന്നു ദുആ ഒന്നുമില്ല, മലക്കുകളൊന്നുമല്ല, നുബുവത്ത് എന്നുള്ളതൊന്നുമല്ല എന്ന് പറയുന്നു. അങ്ങനെ ഇതല്ലാതെ തന്നെ പല തഫ്സീറുകളും ചെയ്തിരിക്കുന്നു. ബൽ റഫഅല്ലാഹു ഇലൈഹി എന്നുള്ള ആയത്തിൽ നോക്കുക, ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയെന്ന് പറയുന്നു. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലായിരുന്നപ്പോൾ അവിടുത്തെ മുകളിൽ കല്ലെറിയപ്പെട്ടു, വേദനപ്പിടിക്കപ്പെട്ടു. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉയർത്തിയില്ല. മസീഹ് അലൈഹി ഇസ്ലാമിന് ഒരു മുറി പോലും പറ്റാൻ സമ്മതിച്ചില്ല, ആകാശത്തിലേക്ക് ഉയർത്തിയെന്നവർ പറയുന്നു. ഇത് എടുത്തു തന്നെയാണ് ക്രൈസ്തവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ എത്ര മഹാത്മ്യമാണെന്ന് അവർ പറയുന്നു. വിശുദ്ധ ഖുർആൻ്റെ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ അവർ ചെയ്തിരിക്കുന്നു. ഇത്ര ജനങ്ങൾ പല മുൻകാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള തഫ്സീറുകൾ ജനങ്ങളുടെ ഇതിൽ എത്തിയിരുന്നില്ല. പിന്നെ പ്രസ്സിൻ്റെ വരവിന് ശേഷം പ്രസ് മുഖാന്തരം പല ഗ്രന്ഥങ്ങൾ അടിച്ചിറക്കപ്പെടുകയും അത് മുസ്ലിങ്ങൾക്ക് തന്നെ ആ ഗ്രന്ഥങ്ങൾ ബുദ്ധിമുട്ടാവുകയും ചെയ്യുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ്റെ സ്ഥാനം എന്താണെന്നാൽ, അവരുടെ വീടുകളിൽ അതിനെ നല്ല രീതിയിൽ അതിനെ സുന്ദരമായിട്ട് എടുത്തു വെക്കുക, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് ഓതുക, ഇതെല്ലാം ചെയ്യുക എന്ന് മാത്രമാണ് വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യമായി അവർ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അവർക്കറിയില്ല. എത്ര അധികം മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് തീർത്തും മറുഭാഗത്ത് മാറിയിരിക്കുന്നെന്നാൽ എല്ലാ ദിവസവും അതിൻ്റെ സ്ഥാനമഹാത്മ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ അള്ളാഹു ഒരു വാഗ്ദാനം ചെയ്തിരുന്നു, ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതായത് നാം തന്നെയാണ് വിശുദ്ധ ഖുർആനെ ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണെന്ന്. ബാഹ്യമായിട്ടുള്ള സംരക്ഷണം അള്ളാഹു ചെയ്തിരിക്കുന്നു, ഹുഫാസിങ്ങളെ മുഖാന്തരം, ഹാഫിസിങ്ങളെ മുഖാന്തരം, അത് ഹൃദയങ്ങൾ മുഖാന്തരം അതിൻ്റെ സംരക്ഷണം നടന്നു. പിന്നെ അതിൻ്റെ അർത്ഥത്തിൻ്റെ സംരക്ഷണം, അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ സംരക്ഷണം, അതിനു വേണ്ടിയിട്ട് അള്ളാഹു ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിനെ അയക്കുകയുണ്ടായി. അവിടുന്ന് വിളംബരപ്പെടുത്തുകയുണ്ടാവും, ഞാൻ ആകാശത്ത് നിന്ന് വന്ന ആ കൃത്യസമയത്ത് വന്ന വെള്ളമാണ്, ആ ജലമാണ്, അള്ളാഹുവിൻ്റെ ആ നൂറാണ്, ആ പ്രകാശമാണ് ഞാൻ. അവിടുന്ന് വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യത്തെ ഉയർത്തി കാണിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുകയുണ്ടായി. ആദ്യമായിട്ട് മസീഹ് ഇസ്ലാം പറഞ്ഞ കാര്യം ഇതാണ്, ബറാൻ അഹമ്മദിയിൽ 1980 മുതൽ എഴുതിയ ഗ്രന്ഥങ്ങൾ,
അതിൻ്റെ വിഷയം തന്നെ ഇതായിരുന്നു, ബറാഹിൻ അഹമ്മദിയ, അതായത് അഹമ്മദീയത്തിൻ്റെ തെളിവുകൾ, അതായത് വിശുദ്ധ ഖുർആൻ്റെ സത്യത, അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യത്തെ സംബന്ധിച്ചാണ് മുസ്ലിം ഇസ്ലാം ഗ്രന്ഥം എഴുതിയത്. എന്നിട്ട് ചലഞ്ച് നൽകുകയുണ്ടായി. ഇത് വലിയ ഒരു അക്രമമായിരുന്നു, അതായത് ഇസ്ലാമിക ശത്രുക്കൾക്കെതിരെയുള്ള അക്രമം. അങ്ങനെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യം സ്ഥാപിക്കുകയുണ്ടായി. 1886 മുരളീധറുമായിട്ട് മുസ്ലിം ഇസ്ലാം ഹോഷിയാർപൂരിൽ ഒരു വാദപ്രതിവാദം നടക്കുന്നു, സംവാദം നടക്കുന്നു. അങ്ങനെ അയാളുമായിട്ട് വിശുദ്ധ ഖുർആൻ്റെ സ്ഥാനമാഹാത്മ്യം അവിടുന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ ജംഗെ മുഖദ്ദസ് എന്നുള്ള മറ്റൊരു സംവാദം ക്രൈസ്തവരുമായിട്ട് അമൃത്സറിൽ നടക്കുന്നു. അങ്ങനെ അവിടുന്ന് സംവാദങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു സഹന മഹാത്മ്യം ഇതര മതങ്ങളുമായിട്ട് സംവാദങ്ങളുമായിട്ട് അവിടുന്ന് നടത്തി കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലാഹോറിൽ നടന്നിട്ടുള്ള സർവമത സമ്മേളനം, അതിൽ വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ ഹദ്റത്ത് മസീഹ് ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ ആ മഹാത്മ്യം കാണിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയുണ്ടായി. നിൻ്റെ ആ ഒരു ഉപന്യാസം അത് വിജയിക്കുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞ ഒരു വാഗ്ദാനം അത് പൂർത്തിയാവുകയുണ്ടായി. അങ്ങനെ ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഈ സത്യതകൾ അത് ജനങ്ങളുടെ മുമ്പിൽ വരികയുണ്ടായി. വലിയ ഒരു കാര്യം ഇതായിരുന്നു. ഇവിടെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു. റോമൻ കാത്തലിക് പ്രൊട്ടസ്റ്റൻസും ഇവിടെ അവർ തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഈസാ അലൈഹി ഇസ്ലാം മരിച്ചു എന്നവർ വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ ഈസാ അലൈഹി ഇസ്ലാമിനെ ആകാശത്ത് ഉയർത്തി എന്നവർ വിശ്വസിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് മുസ്ലിങ്ങളുടെ ഈ വിശ്വാസം അവർക്ക് ശക്തി നൽകുന്നുണ്ടായിരുന്നു. അതായത് ഈസാ അലൈഹി ഇസ്ലാം ആകാശത്താണെന്ന് ഹദ്റത്ത് മസീഹ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ്റെ തെളിവ് മുഖാന്തരം തെളിയിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഈസാ അലൈഹി ഇസ്ലാം വഫാത്തായി പോയിരിക്കുന്നു, ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. ഞാനൊരു സംഭവം വഹിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ലുധിയാനയിലായിരുന്നു. ഒരു വലിയ പണ്ഡിതൻ മൗലാന ഗുലാം നബി സാബ് വലിയ പ്രാസംഗികനായിരുന്നു. എവിടെയാണ് സംസാരിക്കുന്നത് അവിടെ വലിയ സംഘം കൂടുമായിരുന്നു ജനങ്ങളുടെ. അവിടെ ഖുഷാബിൽ നിന്ന് വന്നുകൊണ്ട് ലുധിയാനിൽ വന്നുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. ആ സമയത്ത് മസീഹ് ഇസ്ലാം ലുധിയാനയിൽ തന്നെയായിരുന്നു. അവിടെ ഹുസൂർ അവിടെ താമസിക്കുകയായിരുന്നു. ഈസാ അലൈഹി ഇസ്ലാം ജീവിതത്തെ സംബന്ധിച്ച് വലിയ പ്രസംഗം നടത്തുകയുണ്ടായി. അയാൾ ഈസാ ഇസ്ലാമിൻ്റെ ജീവിതം വിശുദ്ധ ഖുർആനിൽ അയാൾ സ്ഥാപിച്ചു എന്ന് എല്ലാവരും പറയുകയായിരുന്നു. ആ ഒരു ഗുലാം നബി, അതായത് ആ ക്രൈസ്തവൻ പ്രസംഗം അവസാനിപ്പിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗത്ത് പോവുകയായിരുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പാതയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ വ്യക്തിയും വരികയുണ്ടായി. രണ്ടുപേരും കണ്ടുമുട്ടുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് ഇസ്ലാം കൈ കൊടുക്കാൻ കൈ നീട്ടുകയുണ്ടായി. ഹുസൂർ അദ്ദേഹത്തെ കൊണ്ടുകൊണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുവരികയുണ്ടായി, ഇരുത്തുകയുണ്ടായി. പറയുകയുണ്ടായി ആ വ്യക്തി, ഈ ഈസാ അലൈഹി ഇസ്ലാമിനെ മരണത്തെ സംബന്ധിച്ച് എവിടെ നിന്നാണ് താങ്കൾ വിശ്വാസം എടുത്തതെന്ന് ചോദിക്കുകയുണ്ടായി. ഹുസൂർ പറയുകയുണ്ടായി, ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അപ്പോൾ അയാൾ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ പറയും, ഞാനൊന്നും പറയുന്നില്ല. ഹദ്റത്ത് ഇസ്ലാം പറയുകയുണ്ടായി, വൈസ് ഖാല യാ ഈസാ ഇന്നി മുതഫീക. ആലി ഇമ്രാനിലെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഹുസൂർ അത് എടുത്തു കാണിച്ചു കൊടുക്കുകയുണ്ടായി. രണ്ടാമത് കാണിക്കേണ്ട ഫലമ്മാ തോഫയത്തനി കുൻതാൻ തർക്കീബാലെ സൂറ മാഇദയിലെ ആയത്താണ്. അത് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അയാൾ അത് കാണുകയുണ്ടായി. ആ 2 മിനിറ്റ് മുന്നേ ലെക്ചർ നൽകി അതേ വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് അയാൾ വായിക്കുകയാണ്. തഫീൻ്റെ അർത്ഥം മുഴുവനായിട്ട് എടുക്കുക എന്നാണ് അതേ പറയുകയുണ്ടായി. ഹുസൂർ പറയുകയുണ്ടായത് ബാബെ തഫയിലുള്ള വാക്കാണ്, താങ്കൾ പറയുന്ന വാക്ക് അത് വേറെ ബാബിലാണ്. അയാൾ അത്ഭുതപ്പെടുകയുണ്ടായി. 2 മിനിറ്റ് മിണ്ടാതിരിക്കുകയുണ്ടായി. എന്നിട്ട് പറയുകയുണ്ടായി, പുറത്ത് ജനങ്ങൾ കൂടി നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും പറയുകയാണ്, ഇന്ന് മൗലവി സാഹിബ് മിർസ സാഹിബിനെ തോബ ചെയ്യിപ്പിക്കുന്നതാണ്
എന്ന് ജനങ്ങൾ പറയുകയാണ്. ഇവിടെ മൗലവി സാഹിബിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റിന് ശേഷം പറയുകയുണ്ടായി, ഞാൻ താങ്കളുടെ കയ്യിൽ ബൈത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ വേദനയോട് പറയുകയുണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫയുഖറഉ മിന്നി സലാം, മസീഹ് ഇസ്ലാം വരുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് സലാം പറയുക എന്ന്. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാഗത്ത് നിന്ന് സലാം നിങ്ങൾക്ക് അർപ്പിക്കുകയാണ്. അത് മസീഹ് ഇസ്ലാം വളരെ പ്രഭാവത്തോടെ പറയുകയുണ്ടായി, വാലൈക്കും സലാം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യം ആരാണ് ഉയർത്തി കാണിച്ചത്? 2 മിനിറ്റ് മുന്നേ തന്നെ ഈസാ അലൈഹി ഇസ്ലാം ആകാശത്താണ് എന്ന് പ്രസംഗിച്ച ആ മൗലവി, അതേ മൗലവി 2 മിനിറ്റിന് ശേഷം വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയുണ്ടായി. 2 മിനിറ്റ് മുഹമ്മദ് ഇസ്ലാം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. ഇത് മുഹമ്മദ് ഇസ്ലാമിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ആ ഒരു പ്രഭാവമാണ്. അത് മുഖാന്തരം അയാൾ തൗബ ചെയ്യുകയും അഹമ്മദി മുസ്ലിം ജമാഅത്ത് പ്രവേശിക്കുകയുണ്ടായി. പുറത്തു വരികയും എന്നിട്ട് പറയുകയുണ്ടായി, നോക്കുക, ഞാൻ മിർസ സാഹിബിൻ്റെ ബൈത്ത് ചെയ്തുകൊണ്ട് ഈ ജമാഅത്ത് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ മോക്ഷം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളും ബൈത്ത് ചെയ്യുക എന്ന്. നിങ്ങൾ ആ കാലഘട്ടത്തിൽ ചരിത്രമെല്ലാം വായിക്കുക. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വാദത്തിന് ശേഷം ഇന്ന് വരെ ഒരു ദിവസവും ഇങ്ങനെ വന്നിരുന്നില്ല. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വാക്ക്, മസീഹ് ഇസ്ലാമിൻ്റെ ഉദ്ധരണികൾ, അത് വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യം ഉയർത്തിക്കാട്ടിയിട്ടില്ലാത്തൊരു ദിവസം വന്നിട്ടില്ല. മറ്റുള്ള പണ്ഡിതന്മാർ, ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യം പറയുകയാണ്, നിങ്ങളൊരു തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിരിക്കരുത്. യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ, സൂറ ജുമയിൽ അള്ളാഹു പറയുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹൃദയപരിശുദ്ധീകരണം നടത്തുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതായത് ഹൃദയപരിശുദ്ധി ഇല്ലാതെ ഒരിക്കലും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സാധ്യമല്ല. ആ ഒരു ഹൃദയ പരിശുദ്ധീകരണം അതൊരു മുഅല്ലിം, ഒരു അധ്യാപകനില്ലാതെ സാധ്യമല്ല. ഈ കാലഘട്ടത്തിൽ അള്ളാഹു വഹിച്ച അധ്യാപകൻ അത് ഹസ്രത്ത് മസീഹ് ഇസ്ലാം തന്നെയാണ്. നിങ്ങൾ നോക്കുക, ജമാഅത്തെ അഹ്മദിയ എത്രത്തോളം അള്ളാഹുവിന് നന്ദി പറയുന്നത് കുറവാണ്. കഴിഞ്ഞ ഖുത്ബയിൽ അള്ളാഹു, ഇതിന് മുന്നിലെ ഖുത്ബയിലും അള്ളാഹു ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നസ്റല്ലാഹു നസ്റൻ അസീസ അദ്ദേഹം പറയുകയുണ്ടായി, ജമാഅത്തിൻ്റെ പരിശുദ്ധീകരണം നടത്തുകയുണ്ടായി. എന്താണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾ പഠിച്ചത്? ഇതിനെ വിഫലമാക്കി കളയരുത്, അതിൽ വർധനവുണ്ടാക്കണം. ഈ പരിശുദ്ധീകരണം ആരാണ് നടത്തുക? ആരാണ് സ്വന്തം ഹൃദയത്തെ പരിശുദ്ധീകരിച്ചത്? അവൻ തന്നെയാണ്. ജമാഅത്ത് അഹ്മദിയക്ക് അള്ളാഹു ഇങ്ങനെയുള്ളൊരു മുഅല്ലിമാണ്, ഒരു അധ്യാപകനാണ് നൽകിയിരിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് എല്ലാ സമയത്തും ജമാഅത്തങ്ങളുടെ ആത്മപരിശുദ്ധി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹുസൂർ നൽകുന്ന സഹാബാക്കളുടെ മുകളിൽ നൽകിയ ഒരു ഖുത്ബകൾ ഉദാഹരണമില്ലാത്ത ആ ഒരു പ്രസംഗങ്ങളാണ്. ഈ സഹാബാക്കൾ അവരുടെ ഹൃദയ പരിശുദ്ധീകരണം നടത്തിയ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുൽ കിതാബ്, അതിനുശേഷം അവർക്ക് ഗ്രന്ഥം പഠിക്കുകയുണ്ടായി, അവർ ആ വിശുദ്ധ ഖുർആൻ. ഈ പ്രവൃത്തി ആരാണ് ചെയ്യുക? മുഅല്ലിം അനിവാര്യമാണ്. ആരാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മുഅല്ലിം? ആ അധ്യാപകൻ മാത്രമാണ് ആ ഒരു ഹൃദയ പരിശുദ്ധി ജനങ്ങൾക്ക് വേണ്ടി വരുത്തി കൊടുക്കുകയുള്ളൂ. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ആ ഒരു ഹൃദയ പരിശുദ്ധി നടത്തി. ഇന്ന് നമ്മുടെ മുമ്പിൽ ഖലീഫത്തുൽ മസീഹാണ്. ഖലീഫത്തുൽ മസീഹ് വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയ പരിശുദ്ധി നടത്തുന്നു. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യം. ഇതിൽ തന്നെയാണ് മോക്ഷമുള്ളതാണ്. ഇത് തന്നെയാണ് ക്രിസ്ത്യനോയിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ ചോദ്യം മുജാ അഹമ്മദ് സാഹിബ് ശാസ്ത്രിയോടാണ്. മറ്റ് മതഗ്രന്ഥങ്ങളുടെ മേൽ വിശുദ്ധ ഖുർആനിൻ്റെ ശ്രേഷ്ഠത സ്ഥാപിക്കുന്നതിന് വേണ്ടി മസീഹ് സ്വലാത്തു വസ്സലാം എന്തൊക്കെ കാര്യങ്ങളാണ് വിവരിച്ചിട്ടുള്ളത്? അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരണം നൽകിയാലും. ജസാക്കുമുല്ലാ ഹസനുൽ ജസാ. പ്രേക്ഷകരെ, അള്ളാഹു വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. സൂറ അൽ ഹിജ്റിൻ്റെ 10-ാമത്തെ വചനമാണ്.
തീർച്ചയായും നാം തന്നെയാണ് ഈ ഖുർആനെ ഇറക്കിയത്. തീർച്ചയായും നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. ഈ ദൈവിക വാഗ്ദാനത്തിൽ നമുക്കൊരു സുവിശേഷമുണ്ട്. ഇസ്ലാമിൽ വളരെയധികം അനുഗ്രഹീതരായ മഹാത്മാക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, വിശുദ്ധ ഖുർആനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ വിജ്ഞാനങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ അറിവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്, അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവർ. നമ്മുടെ കാലഘട്ടത്തിൽ അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകർ അത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം ആണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനം അനുസരിച്ച് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെ വീണ്ടും ആകാശത്തു നിന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുകയുണ്ടായി. ആ അധ്യാപനങ്ങൾ അത് ജനങ്ങളിൽ നിന്ന് ഇല്ലാതായിപ്പോയിരുന്ന അധ്യാപനങ്ങളാണ് വീണ്ടും സ്ഥാപിച്ചത്. മനുഷ്യൻ പല മാർഗങ്ങളിലേക്ക് അലിഞ്ഞു തിരിഞ്ഞടക്കുകയായിരുന്നു. അവരെ നേർമാർഗത്തിലേക്ക് മസീഹ് മൗഊദ് കൊണ്ടുവരികയുണ്ടായി. അവിടുന്ന് വിശുദ്ധ ഖുർആൻ്റെ യാഥാർത്ഥ്യം അതിനെ വീണ്ടും സ്ഥാപിക്കുകയുണ്ടായി. അവിടുന്ന് ആന്തരികമായ നിലയിലും വിശുദ്ധ ഖുർആൻ്റെ സ്ഥാനം നിലനിർത്തുകയും ബാഹ്യമായ രീതിയിലും വിശുദ്ധ ഖുർആൻ്റെ മറ്റു മതങ്ങളുടെ മേൽ വിശുദ്ധ ഖുർആൻ്റെ സ്ഥാപിക്കുകയും ഉണ്ടായി. ആന്തരികമായി പറയുകയാണെങ്കിൽ അവർ പല ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നവരായിരുന്നു മുസ്ലിങ്ങൾ. പ്രാദേശിക ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, അതിനെ അവർ പിൻപറ്റിക്കൊണ്ടിരുന്നവരായിരുന്നു. വിശുദ്ധ ഖുർആൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം. മുസ്ലിങ്ങൾ ഖുർആനെ സംബന്ധിച്ച് വില തന്നെ അവരിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് ചില സംഘടന ഉണ്ടായിരുന്നു, അവർ വിശുദ്ധ ഖുർആൻ്റെ മേലെ ഹദീസിന് പ്രാമുഖ്യം നൽകുന്നവരായിരുന്നു. അതായത് ഹദീസാണ് എല്ലാം, അതിലെല്ലാ കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഹദീസിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന് പറയുന്നവരുണ്ട്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന്തരികമായ നിലയിൽ വിശുദ്ധ ഖുർആൻ്റെ ആ മഖാം അത് നിലനിർത്തുകയും അതിന് 3 മാർഗങ്ങളിലൂടെയാണ് ഉസ്റ ചെയ്തത്. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, മുസ്ലിങ്ങളുടെ കൈകളിൽ ഇസ്ലാമിൻ്റെ ഹിദായത്ത് നിലകൊള്ളാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ, അത് ദൈവിക ഗ്രന്ഥമാണ്. അതിനേക്കാൾ വലിയ മറ്റൊരു അതിന് ദൃഢജ്ഞാനം നൽകുന്ന മറ്റൊരു ഗ്രന്ഥമല്ല, അത് ദൈവവചനമാണ്. അത് സംശയത്തിൽ നിന്നും സന്ദേഹങ്ങളിൽ നിന്നും പരിശുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം ഹുസൂർ പറഞ്ഞത് സുന്നത്താണ്. മൂന്നാമത്തെ മാർഗദർശനം പറഞ്ഞിട്ടുള്ളത് അത് ഹദീസ് ആണ് വിവരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഗ്രന്ഥമായ റിവ്യൂ മുബാസിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ്റെ മേൽ മറ്റു മതങ്ങളുടെ മേലെ ഉള്ള ശ്രേഷ്ഠത. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1850 ആദ്യത്തെ ഗ്രന്ഥം എഴുതിയത് മുതൽ അവസാനത്തെ ഗ്രന്ഥം, ഇതിനിടയിൽ 28 വർഷമുണ്ട്. ഇതിനിടയിൽ 80ലധികം ഗ്രന്ഥം ഹുസൂർ രചിക്കുകയുണ്ടായി. അതിൽ ഒരുപാട് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരുപാട് പ്രസംഗങ്ങൾ, മൽഫൂസാത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഹുസൂർ അവതരിപ്പിക്കുന്നത്. ഇതിലൊക്കെ മറ്റു മതങ്ങളുടെ മേൽ വിശുദ്ധ ഖുർആൻ്റെ ശ്രേഷ്ഠതയാണ് ഹുസൂർ വിവരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരുപാട് ഉസൂലുകൾ, സിദ്ധാന്തങ്ങൾ, പോയിന്റുകൾ പറയുകയുണ്ടായി. അന്ന് മസീഹ് മൗഊദിൻ്റെ തൻ്റെ സമ്പത്ത് ശത്രുക്കളും ഭോഗിപ്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ 300 തെളിവുകൾക്ക് എതിരിൽ 8-1 നിങ്ങൾ അതിന് ഖണ്ഡിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് അതിൽ ചില തെളിവുകൾ ഞാൻ വിശുദ്ധ ഖുർആൻ്റെ ശ്രേഷ്ഠത സ്ഥാപിക്കുന്ന തെളിവുകൾ ഞാൻ മുമ്പിലൊക്കെയാണ്. ഒന്നാമത്തത് വിശുദ്ധ ഖുർആൻ്റെ ശ്രേഷ്ഠത, മറ്റു മതങ്ങളുടെ മേലുള്ള അതിൻ്റെ ശ്രേഷ്ഠത. അത് വിശുദ്ധ ഖുർആൻ എല്ലാ ലോകങ്ങൾക്കും വേണ്ടിയുള്ളതാണ്, വലിയൊരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ സൂറ തക്വീറിൽ അള്ളാഹു പറയുന്നു, ഇൻ ഹുവ ഇല്ലാ സിക്റും ലിൽ ആലമീൻ. അതായത് ഈ സിക്ർ, വിശുദ്ധ ഖുർആൻ എല്ലാ ലോകങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഉപദേശമാണ്. ഇതിനെതിരായിട്ട് നിങ്ങൾ ഇഞ്ചിയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇഞ്ചിയിൽ എഴുതിയിരിക്കുന്നു, അതിൽ ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന ഹവാരികളോട് പരിശുദ്ധമായ വസ്തു നായ്ക്കൾക്ക് കൊടുക്കരുത്, പന്നികൾക്ക് കൊടുക്കരുത്. അതായത് ഈ അധ്യാപനം മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ എന്നാൽ വിശുദ്ധ ഖുർആൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തിൽ ലിൽ ആലമീൻ എന്നാണ് പറയുന്നത്. അതായത് ഇത് ഒരു പ്രത്യേക വൃത്തത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതിൽ മുഴു ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആൻ്റെ മഹത്വം മറ്റൊരു മഹത്വമാണ് പറഞ്ഞത്, മറ്റു മതങ്ങൾക്കെതിരുള്ളത് പറയുന്നത്
വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം വളരെ സമ്പൂർണ്ണവും സമഗ്രവുമാണ്, സമുന്നതവും സമഗ്രവുമാണ്. അതായത് വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ട അധ്യാപനങ്ങൾ അത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും അത് ആവരണം ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതിൻ്റെ പാരമ്യം നിങ്ങൾ കാണണമെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകർ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം തൻ്റെ പ്രധാന ഗ്രന്ഥമായ കിഷ്തിൻ നുഹുൽ, ഇഞ്ചീലിൻ്റെ അധ്യാപനങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളും താരതമ്യം ചെയ്തുകൊണ്ട് വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം എന്തുകൊണ്ട് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. ഹുസൂർ പറയുകയുണ്ടായി, ഇഞ്ചീൽ പറയുന്നത് നീ അന്യ സ്ത്രീകളെ നോക്കരുതെന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ ദൃഷ്ടികൾ താഴ്ത്തുക, നിങ്ങൾ നോക്കുക തന്നെ പാടില്ല. ഇഞ്ചീലിൻ്റെ മറ്റൊരു അധ്യാപനങ്ങൾ നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക. വിശുദ്ധ ഖുർആൻ മനോകുലത്തോട് തന്നെ നിങ്ങൾ അനുകമ്പ കാണിക്കാൻ, നിങ്ങൾക്ക് അവരുടെ ഒരു ശത്രുത പോലൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ പ്രകൃതി മനുഷ്യ പ്രകൃതത്തിൻ്റെ അധ്യാപനമാണ് നൽകുന്നത്. ആ ഒരു അധ്യാപനമാണ് നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇഞ്ചീൽ പറയുന്നു നിങ്ങൾ അക്രമിയെ നിങ്ങൾ പ്രതിരോധിക്കരുത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയും ജസാ സയ്യത്തും മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. നിങ്ങൾ തിന്മയെ നിങ്ങൾ പ്രതിരോധിക്കുക, എത്രമാത്രം അവൻ തിന്മ ചെയ്തു അതനുസരിച്ച് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കുക എന്നല്ല. ഇതിനെക്കാളും നല്ലത് നിങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളെ ആവരണം ചെയ്യുന്ന അത് വളരെ വിശദമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേദമാണെങ്കിലും ഇഞ്ചീലാണെങ്കിലും വളരെ ഇതിനെതിരെ ദൈവ ഗുണങ്ങളൊക്കെ സംബന്ധിച്ച് നോക്കുക. വിശുദ്ധ ഖുർആനിൽ ഇത്ര വിശദീകരിച്ചിട്ടാണ് ദൈവഗുണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു മതഗ്രന്ഥത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു, അതായത് ഹിഫാസത്ത്, അതിൻ്റെ സംരക്ഷണം. വിശുദ്ധ ഖുർആൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹു സ്വയം തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പദങ്ങളുടെ സംരക്ഷണമുണ്ട്, അതുപോലെ തന്നെ അർത്ഥങ്ങളുടെ സംരക്ഷണവുമുണ്ട്. അതിൻ്റെ സംരക്ഷണത്തിനായി നിരന്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെതിരിൽ നിങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കുക. തുടക്കത്തിൽ വേദത്തിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു, അവർ പറയുന്നു ഈ വേദമാണ് സന്മാർഗം നൽകുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അവർ പറയുന്നു തുടക്കത്തിൽ ഒരു വ്യക്തി വേദം ഒന്നായിരുന്നു, പിന്നീട് ഒരു വ്യക്തി ഉണ്ടായി ക്രിസ്ത്യൻ ദേവപായൻ, അദ്ദേഹം ഈ വേദങ്ങൾ 4 ആക്കി തീർത്തു. അങ്ങനെ വേദവ്യാസ് എന്ന് പറയപ്പെടുകയുണ്ടായി. അത് വേദത്തെ വിഭജനം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതിൻ്റെ സ്വാധീനം വളരെ ശാശ്വതമാണ്. അതിൻ്റെ അവതരണം തൊട്ട് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ്റെ ഒരു വ്യക്തി വിശുദ്ധ ഖുർആൻ അനുധാവനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പരമപ്രധാനമായ ആ ദിവ്യഭാഷണം അയാൾക്ക് ലഭിക്കുന്നതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, 4ാമത്തെ മുജിസ വിശുദ്ധ ഖുർആൻ്റെ അതിൻ്റെ ആത്മീയ പ്രഭാവങ്ങളാണ്. അത് എന്നും അത് സുരക്ഷിതമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇതിനെ പിന്തുടരുന്നവർ അവർക്ക് ദൈവിക സ്വീകാര്യതയുടെ മർത്തബ അവർ പ്രാപിക്കുന്നതാണ്. അള്ളാഹു അവരുടെ ദുആകൾ സ്വീകരിക്കുന്നതാണ്. അവരുടെ മുഹബ്ബത്തോടു കൂടിയും റഹ്മത്തോടും കൂടി അവർക്ക് ഉത്തരം നൽകുന്നതാണ്. അവർക്ക് രഹസ്യമായ ജ്ഞാനങ്ങൾ അവർക്ക് നൽകപ്പെടുന്നതാണ്. അവരെ സഹായിക്കുകയും അവർ മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠരാക്കുന്നതാണ്. അവസാനമായി വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് മറ്റ് മതങ്ങളുടെ മേൽ ശ്രേഷ്ഠത നൽകിയത് എന്ന കാര്യം അത് മനുഷ്യൻ്റെ മനസ്സിൽ ഉദിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാന കാര്യം അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറഞ്ഞിട്ടുള്ളത്, ചഷ്മ ആരിയിൽ പറഞ്ഞിട്ടുള്ളത്, ഹുസൂർ പറയുകയുണ്ടായി വിശുദ്ധ ഖുർആൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏതൊരു ഉന്നത ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്, അത്രമാത്രം ഉയർന്ന സ്ഥാനം മറ്റൊരു നബിക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു മറ്റ് നബിമാരെ അപേക്ഷിച്ച് തിരുമേനിയുടെ ഹൃദയത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നൂറ ഫുർഖാൻ ഹേ യെ സബ് നൂറോ സെ അജ്ലാ നിക്ല അൻവാർ ദരിയ നിക്ല. ഇതാണ് യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ്റെ മറ്റെല്ലാ മതങ്ങളുടെ മേലുള്ള ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറയാനുള്ളത്. ജസാക്കുമുല്ലാഹു തആല വസ്സലാം. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളർ
ചേരുന്നു. ജർമ്മനിൽ നിന്ന് ഖാലിദ റാണ സാഹിബയാണ്. അസ്സലാമു അലൈക്കും ഖാലിദ റാണ സാഹിബ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹുസൂർ തിരുമനസിന് അസ്സലാമു അലൈക്കും. രണ്ടാമത്തെ കാര്യം, മൗലാന സാഹിബ് വഫാത്തായിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തട്ടെ. ഞാൻ ഈ പ്രോഗ്രാം എപ്പോഴും കേൾക്കാറുണ്ട്. ചോദ്യം ഇതാണ്, ഇന്ന് നടന്നിട്ടുള്ള സൂര്യഗ്രഹണം നമ്മൾ നമസ്കരിക്കുകയുണ്ടായി. ഗ്രഹണ നമസ്കാരം ഇത് ഹദ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അടയാളമായിട്ട് വന്ന ഗ്രഹണമാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമാകുമോ? ഇതിൻ്റെ ഒരു വിശദീകരണം നൽകിയാലും. ജസാക്കുമുല്ലാ. ഷെയ്ഖ് മുജാഹിദ് അഹമ്മദ് ശാസ്ത്രി സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ജസാക്കുമുല്ലാ. ഇന്നത്തെ സൂര്യഗ്രഹണം, ആ ഗ്രഹണം സംബന്ധിച്ചാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത് ഇമാം മഹദിയുടെ അടയാളമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മുടെ മഹദിക്ക് വേണ്ടിയിട്ട് ഇന്നലി മഹദീൻ ആയത്തൈൻ, നമ്മുടെ മഹദിക്ക് വേണ്ടി 2 അടയാളങ്ങളുണ്ട്. സൂര്യവും ചന്ദ്രഗ്രഹണം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ സംഭവിക്കുന്നതാണ്. ആകാശം നടക്കുന്ന ഗ്രഹണങ്ങൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഒരു വ്യത്യാസങ്ങളിലേക്കാണ് അതിൻ്റെ സൂചന നൽകുന്നത്, ഒന്നും സ്ഥിരമായിട്ടല്ല. അതുപോലെ തന്നെ അത് കാണുമ്പോൾ മനുഷ്യൻ സ്വന്തം അവൻ്റെ ഉള്ളിലുള്ള വ്യത്യാസങ്ങൾ നോക്കേണ്ടതാണ്. അത് മുസ്ലിം ഇസ്ലാം തൻ്റെ അടയാളമായി പറഞ്ഞിരിക്കുന്നത് 1894 നടന്നിട്ടുള്ള ഗ്രഹണമാണ്. അതിനെ സംബന്ധിച്ച് മുസ്ലിം ഇസ്ലാം വിശദീകരണമായിട്ട് തൻ്റെ ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി വിവരിച്ചിരിക്കുന്നു. സൂര്യത്തിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ദിനങ്ങളിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഹുസൂർ പറഞ്ഞിരിക്കുന്നു. തോഫ ഗോളഡബിയൽ ഹുസൂർ ഹുസൂർ അത് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. ആ സൂര്യചന്ദ്രഗ്രഹണം അത് ഇമാം മഹദിയുടെ അടയാളമായിട്ടാണ്. മനുഷ്യൻ്റെ തന്ത്രങ്ങളാൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കുന്നതല്ല, ഇത് അള്ളാഹുവിൻ്റെ അടയാളമായിരുന്നു. ആ കാലഘട്ടത്തിൽ വാദിക്കുന്ന ഒരു മഹദിയുമുണ്ടായിരുന്നു, ആ വാദിയുടെ എതിരാളികളുമുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മഹദിയുടെ സത്യതയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഈ ഒരു അടയാളം കാണിക്കുകയുണ്ടായി. ജസാക്കുമുല്ലാ. ഒരു ചെറിയൊരു വിശദീകരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അയ്യദുല്ലാഹു തആല ബിൻ അസീസ് സലാത്തുൽ ഖുസൂഫ്, അതായത് ആ നമസ്കാരം മസ്ജിദ് മുബാറക്കിൽ ഗ്രഹണ നമസ്കാരം, അതിനുശേഷം ഹുസൂർ പ്രസംഗിക്കുകയുണ്ടായി, ഖുത്ബ നൽകുകയുണ്ടായി. ആ ഖുത്ബ കേൾക്കേണ്ട ആവശ്യമാണുള്ളത്. ആ ഖുത്ബ തീർച്ചയായിട്ടും ഈ ഒരു കേൾക്കേണ്ടതാണ്. ഈ ഒരു ഗ്രഹണമായിട്ട് അതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം, ഈ ഗ്രഹണം യൂറോപ്പിൽ നടന്ന ഈ ഗ്രഹണം 28ാമത്തെ ദിവസത്തിൽ നടന്ന 28ാം തീയതി, ഇത് മുൻകഴിഞ്ഞ ആ ഒരു ഗ്രഹണത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. യൂറോപ്പിൽ ജനങ്ങളെ നിങ്ങൾ കേൾക്കുക, യഥാർത്ഥ ഒരു ഗ്രഹണം 1994 ഹിജ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ 13 റംസാൻ 1311 ഹിജ്റയിൽ അത് നടന്നിരിക്കുന്നു. ഇമാം മഹദി ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നടന്ന ഗ്രഹണം. അത് സൂചനയാണ് ഈ യൂറോപ്പിൽ ഇമാം മഹദിയുടെ ആ ഒരു നായിബ് പ്രതിനിധി ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ഉണ്ട്. എന്നിട്ട് ഹുസൂർ തിരുമനസ് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ആ ഖുത്ബയിൽ വിവരിച്ചിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി, ഇത് ഒരു സാധാരണയായിട്ട് മനസ്സിലാക്കരുത്. ഹുസൂർ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഇത് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്, താക്കീത് ചെയ്യുന്നൊരു അടയാളമാണിത്. ഇത് അള്ളാഹു ഒരു തമാശയല്ല, ഒരു കളിയല്ല ഇത് വെറും. പക്ഷേ ഇത് ഒരു താക്കീതാണ്. നിങ്ങൾ ചിന്തിക്കുക, 1894 കാണിച്ച ആ ഒരു ഗ്രഹണത്തെ നിങ്ങൾ ഓർക്കുക എന്നുള്ള താക്കീതാണിത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഒരു അടയാളത്തിന് ശേഷം ഭയാനകമായിട്ടുള്ള പ്ലേഗ് പടർന്നതുപോലെ 1994 ഇനിയും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന്.
ജസാക്കുമുല്ലാ വസൽ ജസാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചോദ്യം ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ചോദ്യം ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫുർഖാൻ അലി സാഹിബ് ചോദിക്കുന്നു, ഹസരത്ത് മിർസ ഗുലാം അഹമ്മദ് സാഹിബ് ഖാദിയാനി അലി സ്വലാത്തു വസ്സലാം ഈ മഹദിയാണ്, മസീഹ് മൗദാണ്, അതുപോലെ തന്നെ നബിയാണ്. ഇത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളും ഹദീസിൽ നിന്നും ഒരു തെളിവ് വെച്ച് തന്നാലും. ബഹുമാനപ്പെട്ട ഹമീദ് കോസവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒരു ചെറിയൊരു ഉത്തരം ഈ സഹോദരന് വേണ്ടിയിട്ട് ഇതാണ്. അള്ളാഹു ശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, കതബല്ലാഹു ലഅഗ്ലിബന അന വറുസുലിഹി. അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എൻ്റെ പ്രവാചകനും വിജയിക്കുന്നതാണ്. ലഅഗ്ലിബന്ന അന വറുസുലി. ഹസരത്ത് മിർസ ഗുലാം അഹമ്മദ് സാഹിബ് റസൂലാണ്, നബിയാണ്, ഉമ്മത്തി നബിയാണ്, പ്രതിപുരുഷനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ. അവിടുന്ന് 14 ഹിജറിയിൽ ജമാഅത്ത് അഹമ്മദിയയുടെ അടിസ്ഥാനം വെച്ചിരിക്കുന്നു. വസ്നയിൽ ഫുൽക്ക എന്നുള്ള ഈ ഒരു ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് സ്ഥാപനം വെച്ചിരിക്കുന്നു, കുറിച്ചിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. ഇത് വഹിയുടെ അടിസ്ഥാനത്തിലാണ്. ഹസരത്ത് മുസ്ലിം ഇസ്ലാം തന്നെ റസൂലും ഉമ്മത്തെ നബിയുമായി പറയുന്നു. ഈ ജമാഅത്തിൻ്റെ അടിസ്ഥാനം വെച്ചിരിക്കുന്നു. വെച്ചിട്ട് 136 വർഷം കഴിഞ്ഞിരിക്കുന്നു. 200-ലേറെ രാജ്യങ്ങളിൽ ജമാഅത്ത് അഹമ്മദിയ ഉണ്ട്. നിങ്ങൾ എവിടെ പോയാലും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ അംഗങ്ങളുണ്ട്. മുസ്ലിങ്ങൾ അള്ളാഹു തന്നെ അവർക്ക് ബുദ്ധി നൽകട്ടെ. ആ മുസ്ലിങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അവർ പറയുന്നതാണ്, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തിൻ്റെ അംഗങ്ങൾ ഇവർ നല്ല സൽസ്വഭാവികളാണ്, ഇവർ യഥാർത്ഥ മുസ്ലിങ്ങളാണ്, ഇവർ ഇസ്ലാമിക അധ്യാപനങ്ങൾ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്, ഇവർ കളവ് പറയുന്നവരല്ല, ഇവർ അപഹരിക്കുന്നവരല്ല, ഇവർ തിന്മകളും അതുപോലെ തന്നെ മറ്റുള്ള ദുർപ്രവൃത്തികളും ചെയ്യുന്നവരല്ല. അഷാദു കൽമാതും ചില 1-2 പേരുണ്ടായെങ്കിൽ ഉണ്ടായിരിക്കാം. ഞാൻ ഈ സഹോദരനോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുക. 136 വർഷം കഴിഞ്ഞിരിക്കുന്നു. 200-ലേറെ രാജ്യങ്ങളിൽ ജമാഅത്ത് പ്രചരിച്ചിരിക്കുന്നു. ഒരു കള്ളവാദിയായിട്ടുള്ള ഒരു പ്രവാചകൻ അവന് ഇങ്ങനെയൊരു ജമാഅത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ മുസ്ലിങ്ങൾ അവർ പറയുന്നു, യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു സുഗന്ധം കിട്ടുന്നുണ്ടെങ്കിൽ അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ നിന്നാണ്. ഇവർ അപഹരിക്കുന്നില്ല, തിന്മ ഇവർ ചെയ്യുന്നില്ല. ഈ ഗുണങ്ങൾ ഒരു കള്ളവാദി ഉണ്ടാക്കാൻ സാധ്യമാകും. ഒരു കള്ളവാദിക്ക്, അതും 200-ലേറെ രാജ്യങ്ങളിൽ, ഇതൊരു സത്യവാനായിട്ടുള്ള നബിക്ക് മാത്രം സാധ്യമാവുകയുള്ളൂ. ലഅഗ്ലിബന്ന, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഞാനും എൻ്റെ നബിയും തീർച്ചയായിട്ടും വിജയിക്കും. ഇത് അള്ളാഹുവിൻ്റെ റസൂലല്ലെങ്കിൽ, ഇത് അള്ളാഹുവിൻ്റെ ഉമ്മത്തിയായിട്ടുള്ള നബി അല്ലെങ്കിൽ ഈ പ്രവാചകൻ എപ്പോഴോ നശിച്ചടങ്ങേണ്ടതായിരുന്നു. ഹസരത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, ഞാൻ കള്ളവാദിയാണെങ്കിൽ എൻ്റെ മുകളിൽ തീയിടുക, എന്നെ നശിപ്പിക്കുക, എൻ്റെ ശത്രുക്കളെ നീ വിജയിപ്പിക്കുക. പക്ഷേ ആ വ്യക്തിക്ക് അള്ളാഹു വിജയത്തിന് മുകളിൽ വിജയം നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ എന്ത് ആയത്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ഹദീസാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? 136 വർഷത്തിൽ ഓരോ ദിവസവും സാക്ഷിയാണ്. ഹദറത്ത് മുസ്ലിം ഇസ്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്താണ്. ഏത് ജമാഅത്താണ് അദ്ദേഹം സ്ഥാപിച്ചത്? അത് യഥാർത്ഥ സത്യജമാഅത്താണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച അതേ ജമാഅത്ത് തന്നെയാണ് അവിടെ നിന്നും സ്ഥാപിച്ചത്. നബി തിരുമേനി ഹുസൂർ പറയുകയുണ്ടായി ഖുത്ബയിൽ, ഈ നന്മയുടെ, ഈ ജമാഅത്തിൻ്റെ നന്മയുടെ ഫലമായിട്ടാണ് ഈ ഒരു ലോകം തന്നെ ബാക്കിയായി നിൽക്കുന്നത്. ഈ മുസ്ലിങ്ങൾ, ഈ അഹമ്മദീയ മുസ്ലിങ്ങൾ കാരണമാണ് ഇന്ന് അള്ളാഹു ലോകത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഹദറത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ ഒരു കവിത, അത് ഞാൻ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഹദറത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ എന്നേക്കുമുള്ള ഒരു കവിതയാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശത്രുക്കൾക്ക് അവർ എന്ന് മുതൽ ശത്രുത വെച്ച് പുലർത്തുന്നു.
കാദിയാനിലെ വഴികൾ അവർ തടഞ്ഞു. മുഹമ്മദ് ഹുസൈൻ ബട്ടാൽവി ആകട്ടെ, സനാഉല്ല അമർസറി ആണെങ്കിലും ഏത് മുല്ലാക്കളാണെങ്കിലും അവർ മിനാര പൊളിച്ചുകൊണ്ട് ബിയാസിൽ വലിച്ചെറിയും എന്ന് പറയുകയുണ്ടായി. ഇന്നും അവിടുന്ന് ബാങ്ക് ശബ്ദമുയരുന്നു. ആ പ്രകാശം ഇപ്പോഴും അവിടെ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു. ഹസൻ ഇസ്ലാമിൻ്റെ ഈ കവിതാശകലത്തിൽ നിങ്ങൾ ചിന്തിക്കുക. ഹസൻ ഇസ്ലാം പറയുന്നു തൻ്റെ ശത്രുക്കളോട്, ഇവൻ അവസാനിക്കും പെട്ടെന്ന് നിങ്ങൾ പറയുമായിരുന്നല്ലോ, നിങ്ങൾ പറയുമായിരുന്നല്ലോ ഇദ്ദേഹം പെട്ടെന്ന് അവസാനിക്കുമല്ലോ. ഇത് നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു ലക്ഷ്യമാണെന്ന് നിങ്ങൾ പറയാറുണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റി? ആരാണ് എന്നെ സഹായിച്ചത്? നശിച്ചവർ നിങ്ങളാവുകയുണ്ടായി, ഞാൻ വിജയിക്കുകയുണ്ടായി. ഇത് ആ തെളിവാണ്. ഖതബല്ലാഹു അഗ്ലിബന്ന അന വറസുലിഹി എന്നുള്ള തെളിവാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയിൽ ഉമ്മത്തിയായിട്ടുള്ള റസൂലാണ്. അതുകൊണ്ടാണ് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനെ അള്ളാഹു വിജയിപ്പിച്ചത്. അല്ലെങ്കിൽ എത്രത്തോളം ശത്രുത വെച്ച് പുലർത്തിയ അതിൻ്റെ ഫലമായിട്ട് ഹസ്രത്ത് മസീഹ് ഇസ്ലാം നശിച്ചു പോകേണ്ടതായിരുന്നു. ഇത് ഹസ്രത്ത് മസീഹ് ഇസ്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നാണെന്നുള്ളതിന് തെളിവാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി സ്വലാത്തു വസ്സലാം ചെയ്ത വാദങ്ങൾ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാലായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർത്തിയായത്. ജസാക്കുമുള്ള വാസൽ ജസാ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുകൊണ്ട് അടുത്ത ചോദ്യം ഹമീദ് കോസാവിനോടാണ്. വിശുദ്ധ ഖുർആൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് സയ്യിദ് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സ്വന്തം മാതൃക എന്തൊക്കെയായിരുന്നു? ബുഖാരിയിൽ ചില ഹദീസുകൾ നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ കാലഘട്ടത്തിൽ അവസ്ഥ തന്നെയാണെന്ന്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്നു. ഹദീസിൽ തുടക്കത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹം വളരെ ഇഷ്ടമായിരുന്നു. ഹിറയിൽ പോയിക്കൊണ്ട് അവിടുന്ന് അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു, അവിടെ ഇബാദത്ത് ചെയ്യുമായിരുന്നു, ഒറ്റയ്ക്ക് പോയിക്കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇതേ വാക്കുകൾ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ നമുക്കൊക്കെയാണ് കാണുന്നതാണ്. അവിടുന്നും ഒറ്റയ്ക്കിരിക്കാൻ വളരെ ആഗ്രഹമായിരുന്നു. അവിടുന്ന് പത്നി ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു തആലക്ക് മക്കളുണ്ടായിരുന്നു, പത്നി ഉണ്ടായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അവിടുന്ന് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ നിമഗ്നനായിക്കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുമായിരുന്നു. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു. ഒന്നല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക. ചില ഉദാഹരണങ്ങൾ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ മകൻ സുൽത്താൻ മുഹമ്മദ് സാഹിബ് പറയുന്നു, ഞാൻ എല്ലാ ദിവസവും എൻ്റെ പിതാവിനെ വിശുദ്ധ ഖുർആനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ കാണുകയുണ്ടായി, വായിക്കുന്നതായി കാണുകയുണ്ടായി. എനിക്ക് വാദിക്കാൻ സാധിക്കുന്നതാണ് 10,000 പ്രാവശ്യം അദ്ദേഹം വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. ഇത് വിശുദ്ധ ഖുർആനോടുള്ള സ്നേഹമാണ്. രണ്ടാമത്തെ മകൻ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഒരു പ്രാവശ്യം ഞാൻ മസീഹ് ഇസ്ലാം ബട്ടാലിൽ പോകുകയായിരുന്നു. കാളവണ്ടിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, മെല്ലെയായിരുന്നു പോകുന്നത്. സൂറ ഫാത്തിഹ എടുത്തുകൊണ്ട് അത് ചിന്തിക്കാൻ തുടങ്ങുകയുണ്ടായി. 4-5 മണിക്കൂർ വെറും സൂറ ഫാത്തിഹ മാത്രം ചിന്തിച്ചുകൊണ്ട് അത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രക്ക് നിമഗ്നനായിക്കൊണ്ട്, ഇത്ര അധികം ആഴത്തിലിറങ്ങിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറ ഫാത്തിഹ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആനുള്ള ഒരു ഇഷ്ക് അത് നിങ്ങൾ നോക്കുക. ഒരു പ്രാവശ്യം ഹസ്രത്ത് മുസ്ലിം പള്ളിയിലായിരുന്നു. ഈ എഴുതുന്ന ജോലി നിങ്ങൾക്കറിയാം, വളരെയധികം തലവേദന ഉണ്ടാകുന്നു ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ. അവിടുന്ന് തലവേദനയുടെ രോഗമുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ തലവേദന വരികയുണ്ടായി, കിടക്കുകയുണ്ടായി. അവിടെ
അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ട് പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ വായിച്ച് എനിക്ക് കേൾപ്പിച്ചു തരിക എന്ന്. അങ്ങനെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങി. അള്ളാഹു വളരെയധികം വളരെ സുന്ദരമായിട്ടുള്ള ശബ്ദമായിരുന്നു അദ്ദേഹത്തിന് നൽകിയത്. അങ്ങനെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ടിരുന്നു. ഹദറത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ആ ഒരു വേദന അത് ശരിയാവുകയുണ്ടായി, മാറുകയുണ്ടായി. അപ്പോൾ ഈ സ്നേഹമായിരുന്നു അവിടുന്ന് വിശുദ്ധ ഖുർആനോടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹദറത്ത് മസീഹ് ഇസ്ലാമിൻ ഒരു പ്രാവശ്യം നടക്കാനിറങ്ങിയുണ്ടായി. ഹുസൂറിനോടൊപ്പം ഹാജി ഹബീബുർ റഹ്മാൻ സാഹിബ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മരുമകനുമുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഈ വ്യക്തി നല്ല വിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ വായിക്കുന്ന വ്യക്തിയാണെന്ന്, നല്ല ഖിറാഅത്താണെന്ന്. വറത്തിൽ ഖുർആന തർത്തീല എന്നുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹുസൂർ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഹുസൂർ അദ്ദേഹത്തോട് വിശുദ്ധ ഖുർആൻ വായിക്കാൻ പറയുകയുണ്ടായി. അദ്ദേഹം വിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് റിവായത്ത് ചെയ്യുന്നു, ഞാൻ ആദ്യമായിട്ട് കാണുകയുണ്ടായി ഹദറത്ത് മസീഹ് ഇസ്ലാം കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതായിട്ട്. ഈ റിവായത്ത് വായിക്കുമ്പോൾ മറ്റൊരു റിവായത്ത്, ബുഖാരിയിലുള്ള റിവായത്ത്, അത് എൻ്റെ മുമ്പിൽ വരികയുണ്ടായി. ഒരു പ്രാവശ്യം സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുള്ള ബിൻ മസൂദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ എനിക്ക് കേൾപ്പിക്കുക എന്ന്. ഹുസൂർ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ താങ്കളുടെ മുകളിലാണ് ഇറങ്ങിയത്, ഞാൻ എന്താണ് കേൾപ്പിക്കുക? പറയുകയുണ്ടായി, എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ വളരെ ആഗ്രഹമാണ്. അങ്ങനെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങി. സൂറത്ത് നിസാ വായിക്കാൻ 33-ാമത്തെ ആയത്തിലെത്തുകയുണ്ടായി. വൈദ് ജീന മിൻ കുല്ലി ഉമ്മത്തിൻ ബി ഷഹീദിൻ വജിഇന ബിക അല ഹൗലായി ഷഹീദ എന്നുള്ള ആയത്ത് വരികയുണ്ടായി. ഞാൻ എല്ലാ ഉമ്മത്തിൽ നിന്നും ഒരു സാക്ഷി കൊണ്ടുവരുന്നതാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെയും കൊണ്ടുവരുന്നതാണ്. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള ബിൻ മസൂദിനോട് പറയുകയുണ്ടായി, മതി. ഞാൻ കേൾക്കുകയുണ്ടായി, ഹുസൂറിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയായിരുന്നു. അതേ രംഗമായിരുന്നു ഹദറത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കാലത്തിലും അത് നടന്നത്. വിശുദ്ധ ഖുർആൻ നല്ല ശബ്ദത്തിൽ അത് പാരായണം ചെയ്യപ്പെടുമ്പോൾ അവിടുന്ന് പ്രഭാവിതമാവുകയും കരയുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് എന്ത് കാര്യം വരുമ്പോഴും, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ പുതിയ ബൈത്ത് ചെയ്ത വ്യക്തികൾ, അവർ എന്ത് ഉപദേശമായിരുന്നു നൽകിയിരുന്നത്? പറയുമായിരുന്നു, നമസ്കാരം വളരെ സൂക്ഷിച്ച് നമസ്കരിക്കുക, വിശുദ്ധ ഖുർആൻ തർജ്ജമയോടുകൂടി വായിക്കുക. ഇന്നത്തെ മൗലവി പറയുന്നു വിശുദ്ധ ഖുർആൻ വായിക്കരുത്, തർജ്ജമയില്ല. എന്നിട്ട് അവർ പറയുന്നു, നിങ്ങൾ തെറ്റായി വായിച്ചാൽ നിങ്ങൾക്ക് തിന്മയാവുന്നു. അതായത് വിശുദ്ധ ഖുർആൻ വായിക്കാതിരിക്കുകയാണ്, അതാണ് ഏറ്റവും വലിയ തിന്മ എന്നുള്ളത്. ഹദറത്ത് മസീഹ് ഇസ്ലാം പറയുമായിരുന്നു, വിശുദ്ധ ഖുർആൻ ശ്രദ്ധയോടെ വായിക്കുക, വളരെ അധികം ശ്രദ്ധിക്കുക ഈ കാര്യത്തിലേക്ക്. ഹദറത്ത് ഇസ്ലാമിൻ്റെ മുഴുവൻ ജീവിതം നിങ്ങൾ നോക്കുക. വിശുദ്ധ ഖുർആനുമായിട്ട് യഥാർത്ഥ സ്നേഹം അവിടുന്നുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പ്രവർത്തിക്കുന്നതോടെ തന്നെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൽ എത്തിച്ചേരുക. ക്രിസ്ത്യാനോയിൽ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ നിങ്ങളെ പ്രവാചകന്മാരെ പോലെയാക്കുന്നതാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരായിരുന്നില്ലെങ്കിൽ ഒരു ആഴ്ചയിൽ നിങ്ങളെ പരിശുദ്ധീകരിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. ആരാണോ ഇതിൽ ഓടാത്തത്, ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാത്തത്, അവർക്ക് ഇതിൽ നിന്ന് ഉപകാരമെടുക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളിലേക്ക് ഹദറത്ത് മസീഹ് ഇസ്ലാം നടത്തിയ ആ ഒരു ശ്രദ്ധ തിരിച്ചത് അത്രത്തോളം ആരും നടത്തിയിട്ടില്ല. നമുക്ക് പറയാവുന്നതാണ്, വിശുദ്ധ ഖുർആൻ രണ്ടാം പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഹദറത്ത് മസീഹ് ഇസ്ലാമിൻ്റെ മുഖാന്തരമാണ്. ഹദറത്ത് മസീഹ് ഇസ്ലാം തന്നെയാണ് മുഅല്ലിമെ ഹഖീഖി, യഥാർത്ഥ അധ്യാപകൻ. അതിൻ്റെ മുഹബ്ബത്ത്, അതിൻ്റെ സ്നേഹം അതെല്ലാ അഹ്മദികളുടെ ഹൃദയങ്ങളിലെയും മനസ്സിലും അവിടുന്ന് നിറക്കുകയുണ്ടായി. നാം ചെറുപ്പം മുതലേ ഖാദിയാൻ നാം കാണുന്നു. ഖാദിയാനിൽ ഫജറിന് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ഒരു വീടും പോലുമില്ല. ഈ ഒരു സ്നേഹം ഇത് ഹദറത്ത് മസീഹ് ഇസ്ലാമാണ് സൃഷ്ടിച്ചത്, അതിനുശേഷം ഖുലഫാക്കൾ. അപ്പോൾ യഥാർത്ഥ കാര്യം ഇതാണ്, അവിടുന്ന് വിശുദ്ധ ഖുർആനുമായിട്ട് യഥാർത്ഥ സ്നേഹം സ്വന്തം ചെയ്യുകയുണ്ടായി, പിന്നെ അതിനോട് സ്നേഹിക്കാൻ പഠിപ്പിക്കുകയുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഒരു കള്ളവാദി ഇങ്ങനെയുള്ള ഒരു വിശുദ്ധ ഖുർആനുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ ഒരു കള്ളവാദിക്ക് സാധ്യമല്ല.
ഇങ്ങനെയുള്ള സൽക്കർമ്മികളായിട്ടുള്ള ഒരു ജമാഅത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു കള്ളവാദിക്ക് സാധ്യമല്ല. ഇതാണ് ഏറ്റവും വലിയ തെളിവ്. ഇവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവനിയുക്തനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകട്ടെ. നാശത്തിലേക്ക് പോവാതെ ഈ ഒരു മോക്ഷത്തിലേക്ക് വരാൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ. 136 വർഷം സാക്ഷിയാണ്. ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് എന്ത് ഉപകാരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. തങ്ങളെ മൗലവി എന്ന് പറയുന്ന ഇവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഉലമാവും ഷർറും തഹ്താദീമി സമാ, ആകാശത്തിന് കീഴിൽ ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള ജനങ്ങളാണ് ഈ പണ്ഡിതന്മാർ. ഞാൻ എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭയം ഇതാണെന്ന് പറയുകയുണ്ടായി. ആ നാശത്തിലേക്ക് വഴിതെളിക്കുന്ന ഈ പണ്ഡിതന്മാരെ പറ്റിയാണ് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ പണ്ഡിതന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉമ്മത്തിനെ മുഴുവനെയും നരകത്തിലേക്ക് കൊണ്ടുപോകാതെ നന്മയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വിടുക. ജസാക്കുമുല്ലാഹ് തആല ഹസൻ. എൻ്റെ അടുത്ത ചോദ്യം മുഹ്തറം ഷേഖ് മുജാഹിദ് സാഹിബിനോടാണ്. അള്ളാഹു മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, അൽ ഖൈറു കുല്ലു ഫിൽ ഖുർആൻ, എല്ലാവിധ നന്മകളും വിശുദ്ധ ഖുർആനിലാണ്. ഈ നന്മകൾ എന്തൊക്കെയാണ്, അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകിയാലും. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. പ്രേക്ഷകരെ, വിശുദ്ധ ഖുർആൻ മഹത്തായ ഗ്രന്ഥമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മേൽ 23 വർഷത്തിന് കാലത്തിനുള്ളിൽ ഇറങ്ങിയ ഗ്രന്ഥമാണ്. ഇത് ശാശ്വത ദൈവിക വചനമാണ്. മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവതരിച്ചതാണത്. ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ദിവ്യജ്ഞാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതുൽ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെ നിയോഗിക്കുകയും അദ്ദേഹത്തെ ഇൽഹാമിലൂടെ അറിയിക്കുകയുണ്ടായി. അൽ ഖൈറു കുല്ലു ഫിൽ ഖുർആൻ, എല്ലാ തരത്തിലുള്ള നന്മകളും അത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ വെളിപാട് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് ആദ്യം 1893 ഇറങ്ങിയത്. അതിനുശേഷം 1896 പിന്നീട് അവതരിക്കുകയുണ്ടായി. പിന്നെ 1900, 1903, 1906 ഈ ഇൽഹാം ഉണ്ടാകുന്നത്. 5 പ്രാവശ്യം ഈ വെളിപാട് ഇറങ്ങുകയുണ്ടായി. അള്ളാഹു എന്നാൽ ഈ വെളിപാട് ഒന്നിലധികം തവണ ഇറങ്ങുക എന്നുള്ളത് ഇത് അതിൻ്റെ പ്രാധാന്യം വളരെ വിളിച്ചോതുന്നു. എല്ലാ തരത്തിലുള്ള നന്മകളും അത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഖൈർ എന്ന പദം അത് അറബി ആണ്. അതിൻ്റെ അർത്ഥം നന്മ എന്നുള്ളതാണ്. നന്മയിൽ പ്രത്യേകിച്ച് അത് ആ നന്മയിലെ പാരമ്യത്തിലെത്തുക എന്നുള്ളതാണ്. അലിഫ് ലാം ഇതിന് ചേർത്തത് കൊണ്ട് ഇത് പ്രത്യേകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതായത് നന്മകളിലെ അതിൻ്റെ പാരമ്യത, അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് അത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടെന്നുള്ളതാണ്. ആ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഖൈറിൻ്റെ എന്ത് വിശദീകരണം നൽകിയത്? അള്ളാഹു സ്വയം തന്നെ ഖുർആനെ സംബന്ധിച്ച് തന്നെ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻ-നഹ്ലിൽ, സൂറ നഹ്ലിൽ പറയുന്നു, വഖീല ലില്ലദീന തഖൂ മാസാ അൻസല റബ്ബുക്കും ഖാലു ഖൈറ. അവർ തഖ്വ അവലംബിച്ചവർ അവരോട് പറയപ്പെടും, അതെന്താണ് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് എന്താണെന്ന്. അവർ പറയും, ഇത് തീർത്തും ഖൈറാണ് എന്ന് പറയും. വിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് കുന്തു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് പറയേണ്ടേ, നിങ്ങൾ ഏറ്റവും ഉന്നത സമുദായമാക്കുന്നു, ഈ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവതരിക്കപ്പെട്ട. ഖൈറിൻ്റെ ഈ വിഷയം, ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും അത് എന്തൊക്കെ അവർക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അത് പൂർണ്ണമായും അതിൻ്റെ കാമ്പ് അത് നിങ്ങൾ അന്വേഷിക്കണം. അത് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് വെറും വാദം മാത്രമല്ല, ഇതിൻ്റെ പ്രായോഗികമായ തെളിവ് സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നോക്കുക, നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ചിന്തിച്ച് നോക്കുക, സഹാബാക്കളുടെ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു? അവരിൽ ചിലർക്കും വസ്ത്രം ധരിക്കുന്ന പോലും അറിയുമായിരുന്നില്ല. എന്നാൽ അവർക്ക് വെളിപാട് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുധാവം ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർ ഏതൊരു ഖൈറുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് വെച്ചാൽ അതായത് വിശുദ്ധ ഖുർആനുമായിട്ട് അവർ ബന്ധപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അള്ളാഹു റളിയല്ലാഹു അൻഹും എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അള്ളാഹു അവർ തൃപ്തനായി.
റളിയല്ലാഹു അൻഹു എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി. എൻ്റെ സഹാബാക്കൾ അവരെ നക്ഷത്രങ്ങളെ പോലെയാണ്. നിങ്ങൾ അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും ആരെ നിങ്ങൾ അനുസരിച്ചാലും അതിൻ്റെ ഫലമായി നിങ്ങൾ വിജയിക്കുന്നതായിരിക്കുമെന്ന് ഈ കാലഘട്ടത്തിൽ മാമൂർ മുർസൽ മസീഹ് സ്വലാത്തു വസ്സലാം വിവരിക്കുകയുണ്ടായി. അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ അനുധാവനം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനെ വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവിടുന്ന് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ്റെ അനുസരിക്കുന്നതിൽ നിങ്ങൾ മുഴുകുക എന്ന്. വിശുദ്ധ ഖുർആൻ്റെ ആയുധം നിങ്ങൾ കയ്യിൽ ഏന്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വിജയമുണ്ടാവും. ഈ വെളിച്ചത്തിന് മുമ്പാകെ ഇരുട്ടിന് നിലനിൽക്കാനാവുകയില്ല. ക്രിസ്ത്യനൂലാണ് ഹുസൂർ ഇത് പറഞ്ഞത്. ഈ ഇൽഹാമിൻ്റെ വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, അള്ളാഹു എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടേ, അൽ ഖൈറു കുല്ലുഹു ഫിൽ ഖുർആൻ, എല്ലാ വിധത്തിലുള്ള നന്മകളും വിശുദ്ധ ഖുർആനിലുമാണ്. ഈ കാര്യം സത്യമാണ്. വളരെ സങ്കടമെന്ന് പറയട്ടെ, ഇതിനെതിരിൽ വിശുദ്ധ ഖുർആൻ, നിങ്ങളുടെ എല്ലാ വിജയവും അത് വിശുദ്ധ ഖുർആനിലാണ്. ഒരു തരത്തിലുള്ള മതപരമായ ആവശ്യവും അത് വിശുദ്ധ ഖുർആനിൽ കാണപ്പെടാത്തതായിട്ടില്ല. നിങ്ങളെ വിശ്വാസം സത്യപ്പെടുത്തുന്നതും കളവാക്കുന്നതും വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊന്നും തന്നെ ആകാശത്തിന് കീഴിൽ അത് ഹിദായത്ത് നൽകുന്നതായിട്ടില്ല. ഖുർആൻ മാത്രം ഹിദായത്ത് നൽകുക. ഖുർആൻ നിങ്ങളോട് ihsan ചെയ്തിരിക്കുന്നു. ഇതാണ് ഖൈർ എന്നതിൻ്റെ ചുരുങ്ങിയമായിട്ട് വിശദീകരണം. എല്ലാ തരത്തിലുള്ള നന്മകളും അത് വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അത് ലൗകികവും ഭൗതികവുമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എല്ലാ നന്മയുണ്ട്. ജസാക്കുമുല്ലാഹ് ജസാ. പ്രേക്ഷകർ, ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ ഞാൻ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. സയ്യിദനാ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ചിന്തിക്കുക, ഇതിലെല്ലാം ഉണ്ട്. എല്ലാ നന്മകളും തിന്മകളും വിശദീകരണമുണ്ട്. ഭാവി കാലങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക, ഇത് അവതരിപ്പിക്കുന്ന മതം അതിന് യാതൊരു ആക്ഷേപം ഉന്നയിക്കാവതല്ല. എന്തെന്നാൽ ഇതിൻ്റെ അനുഗ്രഹങ്ങൾ അത് പുതിയതാണ്. ഇഞ്ചീലിൽ മതം പരിപൂർണം അവതരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ അധ്യാപനങ്ങൾ അത് ആ കാലഘട്ടത്തിലുള്ളതായിരിക്കും, അത് എന്നേക്കുമായിട്ടുള്ളതായിരുന്നില്ല. ഇത് ഖുർആൻ മാത്രം അഭിമാനകരമായൊരു സംഗതിയാണ്. അത് അള്ളാഹു എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സ ഇതിൽ വിവരിച്ചിരിക്കുന്നു. ഏതൊരു തിന്മകളാണോ വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് അത് അകറ്റാനുള്ള മാർഗവും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്തുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഈ അധ്യാപനം അനുസരിച്ച് ആക്കി തീർക്കുക. മൽഫുസാദ് വാള്യം 5 പേജ് 102 പുതിയ എഡിഷൻ റബ്ബോയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും അവസരത്തിൽ മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ സമക്ഷം ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. लो तुम्हें तौर तसल्ली का बताया हमने, आओ लोगों के यही नूर खुदा पाओगे। लो तुम्हें तौर तसल्ली का बताया